പത്തനംതിട്ട ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ രക്ഷപ്പെടുത്തി. 7 മീറ്റർ ആഴമുള്ള കിണർ വറ്റിച്ച് വല ഉപയോഗിച്ച് കുരുക്കിട്ടാണ് കടുവയെ പുറത്തെടുത്തത്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കോന്നി DFO N രാജേഷ് 24നോട് പറഞ്ഞു. കടുവയെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും N രാജേഷ് പറഞ്ഞു. ചിറ്റാറിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. അങ്ങനെ ഏറെ നേരത്തെ ശ്രമകരമായിട്ടുള്ള ദൌത്യത്തിനൊടുവിൽ പത്തനംതിട്ട ചിറ്റാർ വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിൽ ജനവാസ മേഖലയിലുള്ള കിണറ്റിൽ വീണ കടുവയെ ഒടുവിൽ വനംവകുപ്പ് ശ്രമകരമായിട്ടുള്ള ദൌത്യത്തിനൊടുവിൽ കടുവയെ കൂട്ടിലാക്കി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. കടുവയ്ക്ക് ഏതാണ്ട് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുണ്ട് എന്നുള്ള കാര്യമാണ് DFO അല്പസമയം മുമ്പ് 24നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഈ കിണറ്റിലാണ് കടുവ അകപ്പെട്ടത്. നമുക്ക് ആ കിണറിന്റെ ദൃശ്യങ്ങൾ കാണാം. കിണറിന് വലിയ കൈവരിയൊന്നുമില്ല, ആൾമറയൊന്നും ഇല്ലാത്ത ഒരു ചെറിയ കിണറാണ്. ഇതിന് 7 അടി താഴ്ചയുണ്ട്. നേരത്തെ ഏതാണ്ട് 4 അടി 3 അടിയോളം വെള്ളവും ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന കടുവയെ കിണറിന്റെ വെള്ളം ഭാഗികമായി വറ്റിച്ചതിന് ശേഷം വല ഉപയോഗിച്ചുകൊണ്ട് കടുവയെ പിടികൂടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും ഈ വീട്ടിന്റെ ഉടമസ്ഥ അമ്മ ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ടോ പൂർണ്ണമായിട്ട്? ഇപ്പോഴേ ഇനിയും മുറ്റത്തിറങ്ങാൻ പേടിയാ. ഇതുവരെ ഭയമില്ലായിരുന്നു. ഉണ്ട്, പേടിയുണ്ട്. കുറെ നാളായിട്ട് ഞങ്ങൾ പേടിച്ച് അവിടെ കിടക്കുന്നവേ. 5 മണിയായപ്പോഴാണ് ഇതിനകത്ത് സൗണ്ട് കേട്ടത്. ഞാൻ എന്നിട്ട് ലൈറ്റ് അടിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഒരു അമർച്ച അതിനകത്ത്. ഞാൻ പേടിച്ചിങ്ങ് പുറകോട്ടിങ്ങ് മാറി. അങ്ങനെ കാണുന്നേ 5 മണിയായി. പിന്നെ ആ വീട്ടുകാർ വിളിച്ചു വന്നു അവർ വിളിച്ചു. ആശ്വാസമൊന്നുമില്ല. ഇനി ഇത് ഈ ഭയമാണ്. ഇങ്ങനെ ഒരു ആശങ്കയാണ് മനസ്സിനകത്തല്ലേ? ആശങ്ക കൊണ്ടില്ല വഴിയല്ലോ. നമ്മളെ ആശുപത്രിയിലായോണ്ട് ഒരു രക്ഷയില്ല. പന്നിയായി, കടുവായി, പുലിയായി, മണ്ണാനായി, കുരങ്ങായി എല്ലാം പാരയാ നമുക്ക്. അപ്പൊ എന്തായാലും വനംവകുപ്പ് ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. അപ്പോൾ അത്തരത്തിൽ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതിന് മുകളിൽ ഒരു വനമേഖലയാണ്. അതൊക്കെ ആളുകളിലേക്ക് കൃഷിയിടവും പുരയിടവും ഒക്കെ ആണെങ്കിൽ പോലും ഇതിനപ്പുറത്ത് വനമേഖലയാണ്. അവിടെ നിന്നാണ് ഈ കടുവയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾക്ക് വലിയ ആശങ്കയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു കടുവയെ പിടിച്ചതുകൊണ്ട് മാത്രം ആശങ്ക പൂർണ്ണമായിട്ട് ഒഴിയുന്നില്ല. പുലിയും ആനയും കാട്ടുപോത്തും കുരങ്ങും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുകയാണ് ഈ വില്ലൂന്നിപ്പാറയിലെ നിവാസികൾ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ചിറ്റാറിൽ നിന്ന് ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.